സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഒരു സംശയമാണ്, ഒരു പുതിയ വണ്ടിയിലേക്ക് പോവുകയാണോ അതേ ഒരു പ്രീ ഓൺഡ് ലക്ഷറി കാർ എടുക്കുക, അല്ലെ പ്രീ ഓൺഡ് കാർ എടുക്കുകയാണോ, ഏതാണ് ലാഭകരം എന്ന് മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. അതിൽ ബേസിക്കലി നമുക്കൊരു പുതിയ വണ്ടി എടുക്കുമ്പോൾ അറിയാമല്ലോ, ഫസ്റ്റ് ഓണർ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൻ്റെ ഡിപ്രിസിയേഷൻ, അതിൻ്റെ ഫസ്റ്റ് ലോസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓണറെ സംബന്ധിച്ച് ഒരു 20% to 30% വരെയൊക്കെയുള്ള ലോസ് എന്തായാലും ഉണ്ടാവാറുണ്ട്. അതേസമയം ഒരു സെക്കൻഡ് ഓണർ ആണെങ്കിൽ ഇത് വണ്ടി ഒരെണ്ണം എടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എന്തായി, ആ പുതുമ മാറി. പിന്നെ ക്വാളിറ്റി ഉള്ളൊരു യൂസ് കാർ കിട്ടിയാൽ, അല്ലെങ്കിൽ നല്ലൊരു വണ്ടി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയാൽ നമുക്കതെടുക്കുമായിരിക്കും ലാഭകരം. കാരണം ഈ ഡിപ്രീസിയേഷൻ ലോസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പം നല്ലൊരു പ്രീ ഓൺഡ് ലക്ഷറി അല്ലെങ്കിൽ ലക്ഷറി കാർ എടുക്കുന്നതിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ലക്ഷറി അല്ലെ പ്രീമിയം വണ്ടികളെ സംബന്ധിച്ച് ഡിപ്രീസിയേഷൻ ലോസ് മറ്റ് കമ്പയർ ചെയ്യുമ്പം ഈ പെർസെൻറ്റേജ് വെച്ച് കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു ക്വാളിറ്റി പ്രീ ഓൺഡ് കിട്ടുവാണെങ്കിൽ നമുക്കൊരു 2 to 3 years ഉപയോഗിച്ച് വീണ്ടും അതൊന്ന് മാറാം, വീണ്ടും അത് അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് എടുക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രീ ഓൺഡ് വണ്ടി എടുക്കുന്നതായിരിക്കും ലാഭകരം. നമുക്ക് ബേസിക്കലി പ്രീ ഓൺഡ് എടുക്കുമ്പോൾ നമുക്ക് ഈ ഡിപ്രിസിയേഷൻ ലോസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഒരു 15-20% ഡിപ്രിസിയേഷൻ ഫസ്റ്റ് ഇയർ വരും. അതൊരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആകുമ്പോൾ ഒരു 30% നമുക്ക് കയറും. അപ്പോൾ ഇങ്ങനെയൊരു ഡിപ്രിസിയേഷൻ ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീ ഓൺഡ് എടുക്കുമായിരിക്കും ലാഭകരം. പിന്നെ പുറത്തുനിന്നൊക്കെ വണ്ടികൾ വരുന്നുണ്ട്, നമുക്കറിയാം. പുറത്തുനിന്നൊക്കെ വണ്ടികൾ ആൾക്കാർ പോയി എടുക്കുന്നവരുണ്ട്, പിന്നെ പല ആൾക്കാരും ഇവിടെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് എടുക്കേണ്ട ഈ വണ്ടികൾ, ഓരോ വണ്ടികൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മളിവിടെ എടുക്കുന്ന ഓരോ വണ്ടികൾ കൊടുക്കുന്നത് അതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി, പ്രീവിയസ് ഓണർ, ഏത് ടൈപ്പ് ഓഫ് യൂസേജ്, എങ്ങനെയുള്ള ആൾ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്, എങ്ങനെ ഹൗ ക്വാളിറ്റി ദി മെയിൻറ്റെയിൻ ദ കാർ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് വളരെ ഒരു ഘടകമാണ്. കാരണം വെച്ചാൽ പഴയ വണ്ടി യൂസ് ചെയ്ത ആൾക്കാരുടെ യൂസേജും അതുപോലെ അതിൻ്റെ സർവീസ് ഹിസ്റ്ററിയും ഒക്കെ നമുക്കൊരു പ്രീ ഓൺഡ് എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു ഫാക്ടേഴ്സാണ്. അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു കാർ മേടിക്കുമ്പോൾ നമുക്ക് റോഡ് ടാക്സ് അടയ്ക്കുന്ന ഒരു എമൗണ്ട് കുറേ, ഇപ്പോൾ 23% ടാക്സ് നമ്മൾ അടയ്ക്കണം അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസിൻ്റെ. ഈ ഒരു എമൗണ്ട് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഈ പറയുന്ന എക്സ്ഷോറൂം പ്രൈസുമായിട്ട് നമ്മളൊരു കമ്പാരിസൺ വരുന്നത്, ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഈ ടാക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന ഒരു യൂസ് കാർ വരുമ്പോൾ നമുക്ക് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സേവിങ് നമുക്കിതിനകത്തുണ്ട്. ഒരു യൂസ് കാർ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഡീലർ അവരാണ് അതിൻ്റെ ഓണർഷിപ്പ് മാറ്റി തരേണ്ടത്. അതുപോലെ തന്നെ ഓണർഷിപ്പ് മാറിയതിന് ശേഷം അതിന് ഇൻഷുറൻസ് കൂടെ മാറണം. നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. ഇപ്പം RC ബുക്ക് പേര് മാറും, പക്ഷേ ഇൻഷുറൻസ് പഴയ ഓണറുടെ പേരിൽ നമ്മൾ റീറ്റെയിൻ ചെയ്യും. ഒരു പരിധിവരെ അത് കസ്റ്റമർ അവെയർ ആയിരിക്കില്ല, അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ ഒരു ക്ലെയിം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് ഒരു കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ഉള്ളൊരു വണ്ടിയാണെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, വണ്ടി നെയിം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ചിലപ്പോൾ RC ബുക്ക് കിട്ടാൻ വേണ്ടി താമസം വരും, അത് വേണമെന്നില്ല. RC പർട്ടിക്കുലേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ പേരിലേക്ക് മാറ്റാൻ പറ്റും. അത് ഈ പറയുന്ന കാര്യങ്ങളിൽ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു കാര്യങ്ങൾ RC ബുക്ക് പേര് മാറുക അല്ലെങ്കിൽ ഈ ഇൻഷുറൻസ് മാറുക എന്ന 2 കാര്യങ്ങളോട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വണ്ടിയുടെ പൂർണ്ണ പ്രയോജനം നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം ഈ പറയുന്ന ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുവാൻ സാധിക്കുകയുള്ളൂ. പല ബ്രാൻഡുകൾ നമുക്കറിയാം, പല ബ്രാൻഡുകൾ ഇപ്പോൾ ഓരോ വണ്ടികൾ നമുക്ക് ലോഞ്ച് ചെയ്തു, ആ വണ്ടിയുടെ സക്സസ്ഫുള്ളായിട്ട് പോകുന്നൊരു വണ്ടിയാണോ അതെയോ മാർക്കറ്റിൽ അതിൻ്റെ ഫീഡ്ബാക്ക് മോശമാവുകയാണോ നമുക്കൊന്നും അറിയാൻ പറ്റും. അപ്പം ഈ മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകുന്ന വണ്ടികൾക്ക് തീർച്ചയായിട്ടും പ്രീ ഓൺഡ് മാർക്കറ്റിൽ ഇത്രയും കൂടുതൽ വരും. അപ്പോൾ അതിന് ഡിമാൻഡ് കൂടുതൽ വരും, ആൾക്കാർ എടുക്കാൻ വരും. പക്ഷേ ഒരു പുതിയതായിട്ട് ഇറങ്ങുന്നൊരു വണ്ടി നമ്മൾ പോയി ഫസ്റ്റ് എക്സ്പീരിയൻസ് നമ്മളാണ് പോയി എടുക്കുന്നതെങ്കിൽ അതിൻ്റെ എന്താണോ അതിന് പിന്നീട് വരുന്ന മാർക്കറ്റ് അക്സെപ്റ്റൻസ് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി നമ്മൾ രണ്ടാമത് മാർക്കറ്റിൽ കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഹ്യൂജ് ലോസ് ഉണ്ടാവും. അതേസമയം നമുക്ക് നല്ല രീതിയിലുള്ള വണ്ടികൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയുണ്ട്. അങ്ങനെ ഒരു വണ്ടി നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇതുപോലെ പ്രീ ഓൺഡ് ഷോറൂമുകളിൽ നിന്ന് നല്ല വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് നാളെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കൈമറിഞ്ഞ് പോകാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്കറിയാം, നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ. പണ്ടൊക്കെ നമുക്കറിയാം ഈ ഒരു വണ്ടികൾ വാങ്ങിക്കാനും ഇത് നമ്മൾ പേപ്പറിലൊക്കെ നോക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഇത് OLX മാറി. ഇപ്പോൾ OLX ആണെങ്കിലും ഫേസ്ബുക്ക് ആയാലും സോഷ്യൽ മീഡിയ പല രീതിയിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വണ്ടികൾ നമ്മൾ എടുക്കാനും കൊടുക്കാനും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ എടുക്കുന്ന ആളുകൾ അവരുടെ ഫീഡ്ബാക്ക്, അവരുടെ റിവ്യൂസ് ഒക്കെ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇവിടെയുള്ള കസ്റ്റമേഴ്സ് ഒരു പരിധി വരെ നമുക്ക് റെഫറൻസ് കസ്റ്റമേഴ്സ്. കാരണം പല ആളുകൾ നമുക്കറിയാമല്ലോ, നമുക്കിപ്പോൾ ഇരിക്കുന്ന ഈ ലൊക്കാലിറ്റിയിൽ നല്ല കസ്റ്റമേഴ്സ് നമ്മളെ കിട്ടുന്നത്. നമുക്ക് കിട്ടുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കസ്റ്റമേഴ്സ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നു. അവരുടെ സൗകര്യാർത്ഥം അവർ ഒരു ഡേ ഫിക്സ് ചെയ്തിട്ടാണ് അവരിവിടെ നമുക്ക് ഷോറൂം വിസിറ്റ് ചെയ്ത് വരുന്നത്.
അപ്പോൾ ഈ ഷോറൂം വിസിറ്റ് ചെയ്യാൻ വേണ്ടി അവരൊരു ഡേ പ്ലാൻ ചെയ്ത് ആ പ്ലാനിൽ നമുക്ക് അവരിവിടെ വന്ന് നമ്മുടെ വണ്ടികൾ കാണുകയും അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും ഒക്കെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം അവർ പലയിടത്ത് നോക്കിയിട്ടുണ്ടാകും, കമ്പാരിസൺ നോക്കിയിട്ടാണ് ഒരു വണ്ടി എടുക്കുന്നത്. അപ്പം എടുക്കുന്ന ഒരു പരിധി വരെ ആൾക്കാർ നമ്മുടെ ഈ പറയുന്ന റിവ്യൂസും മറ്റു കാര്യങ്ങളും നോക്കി കസ്റ്റമർ എക്സ്പീരിയൻസ് അറിയാവുന്ന ആൾക്കാർ റെഫർ ചെയ്തൊക്കെയാണ് വരുന്നത്. അങ്ങനെയുള്ള ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. വിദേശത്ത് ഇപ്പോൾ പുറത്തുള്ള കസ്റ്റമേഴ്സൊക്കെ ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റുള്ള ആൾക്കാരുടെ റെഫറൻസാണ്. അപ്പം പലരും അവരുടെ അറിയാവുന്ന ആൾക്കാർ ഫ്രണ്ട് സർക്കിളിലാണ്, ഫാമിലി സർക്കിളിലൊക്കെ ആൾക്കാർ വണ്ടി എടുത്തിട്ടുണ്ടാവും. ഇവരോടൊക്കെ ചോദിക്കുന്ന ഒരു ഒപ്പീനിയനാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ബിസിനസ്സിന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്.